ഇത്രയും ദിവസം അവളോടൊപ്പം നിൽക്കണ്ടേ ഞാൻ? നിങ്ങൾ വിഷമിക്കാതെ, അവളുടേത് ഒരു പുണ്യ ജന്മമാ. ഈ ലോകം വിട്ട് പോകുന്നതിന് മുമ്പ് ഒരുപാട് സത്കർമ്മങ്ങൾ ചെയ്തിട്ടേ അവള് പോവുള്ളൂ. അങ്ങനെയാ എനിക്ക് തോന്നുന്നത്. അച്ഛാ, ശിവക്കുട്ടി എവിടെ? ഏതാ അവളുടെ മുറി? വരൂ, മണിയെ കാണുമ്പോ മോൾക്കും വലിയ സന്തോഷമാവും. അല്ലെങ്കിൽ വേണ്ട, ഞാൻ അവളെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാം. ഏയ്, അതൊന്നും വേണ്ട. അവള് ചിലപ്പം കിടക്കായിരിക്കും. ഞങ്ങൾ പോയി കണ്ടോളാം. വാ മോനെ. ശിവപ്രിയ മോളെ, മോളെ. ഇനി വരുമ്പോ മോളെ സുഗന്ധി അമ്മ ആ സ്ഥലത്ത് കൊണ്ടുപോവാ. അതെവിടെയാ സ്ഥലം? അതിവിടെ അടുത്ത് തന്നെയാ. പക്ഷെ നമുക്ക് കാട്ടിലൂടെ പോണം. കാണാൻ നല്ല സ്ഥലമാ. ശിവക്കുട്ടി, ശിവക്കുട്ടി, എളയമ്മ മടിച്ചേട്ടൻ എപ്പ എത്തി? ഞങ്ങളിപ്പോ വന്നേ ഉള്ളൂ. മടിച്ചേട്ടന്റെ അസുഖമൊക്കെ ഭേദമായോ? ആരാ മോളെ ഇത്? ഇത് സുഗന്ധിയമ്മ. സുഗന്ധിയമ്മയ്ക്ക് എന്റെ അമ്മയുടെ സഹായം ഉണ്ടല്ലോ. ഫോട്ടോയിൽ ഞാൻ കണ്ടതല്ലേ, അച്ഛനും പറഞ്ഞു. മക്കളിരിക്കേ, ഞാൻ എന്താ വരുന്നേ. മടിച്ചേട്ടാ വാ. സുഗന്ധിയമ്മേ, ഞങ്ങൾ ഇപ്പൊ വരാവേ. അപ്പൊ ഞാൻ വിളിക്കുമ്പോഴൊക്കെ കുഞ്ഞിന് അസുഖമാണെന്ന് പറഞ്ഞ് ഇവിടെ ചടഞ്ഞുകൂടി കിടന്നത് മനസ്സിൽ ഈ ഒരു ഉദ്ദേശം വെച്ചിട്ടാണല്ലേ? നീ എന്തൊക്കെ വകതിരിവില്ലായ്മ പറയുന്ന മഹിമേ? എനിക്ക് മനസ്സിൽ ഒരു ഉദ്ദേശവുമില്ല. ഹാ, അതെനിക്കിപ്പൊ മനസ്സിലായി. ആകെയുള്ള മോള് ഇന്നോ നാളെ എന്ന് പറഞ്ഞിരിക്ക. അതിനിടയില് പഴയ ഭാര്യയെ പോലെ ഒരുത്തി എവിടുന്നോ കൂട്ടിക്കൊണ്ട് വന്നിട്ട് കൂടെ താമസിപ്പിച്ചിരിക്കുന്നു. കൊച്ചിന്റെ ഇടപാട് തീർന്നു കഴിയുമ്പോ പിന്നെ രണ്ടുപേർക്ക് ഒരുമിച്ച് സുഖമായിട്ട് ഇവിടെ കഴിയാലോ. മഹിമേ, ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങളാ നീ പറയുന്നേ. ഞാൻ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങള്. ആ സ്ത്രീ മോളോടുള്ള ഇഷ്ടം കൊണ്ട്. മോളോടുള്ള ഇഷ്ടമോ അതോ മോളുടെ അച്ഛനോടുള്ള ഇഷ്ടമോ? എന്തായാലും നിങ്ങൾ ഇത്രക്കാരാണെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല. വെറുതെ അല്ല എന്റെ കുഞ്ഞിന് ഇത്രയും വലിയ അസുഖം വന്നിട്ട് പോലും അങ്ങോട്ട് നിങ്ങൾ തിരിഞ്ഞു പോലും നോക്കാത്തത്. നിങ്ങൾ ഇത്ര കണ്ണി ചോരയില്ലാത്തവനായി പോയല്ലോ. മൂകാംബിക ക്ഷേത്ര ദർശനമൊന്നും പറഞ്ഞ് ഇവിടെ കയറി കെട്ടിക്കിടന്നത് ഇതിനാണല്ലേ? ഇത് ഞാൻ വെറുതെ വിടും നിങ്ങൾ വിചാരിക്കണ്ട. എന്താ എന്താ ഇവിടെ? രണ്ടുപേരും തമ്മിൽ എന്റെ കാര്യം പറഞ്ഞ ബഹളൊന്നും തോന്നല്ലോ. അതെ, നിങ്ങളുടെ കാര്യം പറഞ്ഞു തന്നെയാ. ദേ, ഈ നിൽക്കുന്ന മനുഷ്യനുണ്ടല്ലോ എന്റെ ഭർത്താവാ. അതിന് അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നോക്ക് ചേച്ചി, മനസ്സിൽ തെറ്റിദ്ധാരണ വെച്ച് ഈ പാവം തിരുമേനിയോട് വഴക്കിന് നിൽക്കണ്ട. നിങ്ങൾ കരുതും പോലെ ഒരു ദുരുദ്ദേശവും എനിക്കോ തിരുമേനിക്കോ ഇല്ല. ഈ അടുത്താ ഞാൻ ശിവപ്രിയമോളെ കാണാനിടയായത്. ആ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോ അവളോടൊരു വാത്സല്യം തോന്നിയെന്നുള്ളത് സത്യം. അവൾക്കും എന്നെ വലിയ കാര്യമാ. കുഞ്ഞിന്റെ സന്തോഷത്തിന് വേണ്ടിയാ ഞാൻ ഇന്നിവിടേക്ക് വന്നത്. അല്ലാതെ നിങ്ങൾ മനസ്സിൽ കരുതുന്നത് പോലെ ഒന്നും ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. ദയവ് ചെയ്ത് ഞാൻ പറയുന്നതൊന്ന് വിശ്വസിക്ക്. എന്നാ ഞാൻ ഇറങ്ങുക. ഇനി എന്റെ പേരിൽ നിങ്ങൾ തമ്മിൽ കലഹിക്കരുത്. എന്റെ ഒരു അപേക്ഷയാണെന്ന് കൂട്ടിയാൽ മതി. ഇപ്പൊ നിനക്ക് തൃപ്തിയായല്ലോ? കാര്യം അറിയാതെ വെറുതെ വായി തോന്നുന്നൊക്കെ വിളിച്ചങ്ങ് പറയാ. നോക്ക് മഹിമേ, ഇവിടെ ഇതൊന്നും പറ്റില്ല കേട്ടോ. നിനക്ക് തോന്നുന്നതൊക്കെ വിളിച്ചു പറയാൻ ഇത് നമ്മുടെ വീടല്ല. ക്ഷേത്രം പോലൊരു പുണ്യ സ്ഥലവാ. ഇവിടെ താമസിക്കുന്നത്
ദേവി കടാക്ഷമുള്ള ഒരു വ്യക്തിയാ. അവരുടെ സമ്മതമില്ലാതെ ഇവിടെ കഴിയാനും പറ്റില്ല. പിന്നെ ഞങ്ങൾ ഇവിടെ കഴിയും. വിദ്യാമോന്ന് വന്നോട്ടെ, പരിഹാരം ഉണ്ടാക്കാം.